പുല്ലൂറ്റ് എ.കെ. അയ്യപ്പൻ സി.വി. സുകുമാരൻ വായനശാലയിൽ വായനാക്കളരിയുമായി ബന്ധപ്പെട്ട് നടത്തിയ താലൂക്ക് തല കയ്യെഴുത്ത് മാസികയിൽ പ്രഥമ സ്ഥാനം ലഭിച്ച മുസ്രിസ് കയ്യെഴുത്ത് മാസികയിൽ രചനകളും ചിത്രങ്ങളും തയ്യാറാക്കിയ കുട്ടി എഴുത്തുകാർക്ക് അനുമോദനവും സമ്മാന വിതരണവും നടത്തി. വായനശാല പ്രസിഡന്റ് കെ. അനൂപിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അത് കുട്ടികളെ ഭാവി നിശ്ചയിക്കുക, ഭാവിയിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് മാക്സിമം അറിവ് കൊടുക്കണം. കുട്ടികൾക്ക് അറിവ് കൊടുക്കണനുസരിച്ച് അവർ കാരണം അവരുടെ മനസ്സിലത് തങ്ങി നിൽക്കും. ഏറ്റവും കൂടുതൽ വായിക്കാനാണ് അറിവിൻ്റെ ഏറ്റവും മഹത്തായ ഒരു നേട്ടമാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് വായന. അതിൻ്റെ മഹത്വമാണ് വായന. അത് വായനയെക്കുറിച്ച് ഇതിന് വ്യക്തമായിട്ടുണ്ട് ബോധം നൽകിയിട്ടുണ്ടാവും. പറഞ്ഞ മനസ്സിലാവുണ്ടാകും. അപ്പോൾ കിട്ടുന്ന സമയങ്ങൾ ഫുള്ള് പഠിച്ച് കിട്ടുന്ന സമയത്ത് തന്നെ വായനയ്ക്ക് മാത്രം മാറ്റി വയ്ക്കുക. വായനയുടെ വായന ശരിക്കും പറയാന്നുണ്ടെങ്കിൽ അതിൻ്റെ ചവിട്ടുപടിയാണ്. ഇത്രയും നമുക്ക് ഉയരങ്ങളിലെത്താം. എഴുത്തുകാരിയും കവയിത്രിയുമായ ജാനകി ലിൻഡ കുട്ടികളെ അനുമോദിക്കുകയും മധുരം നൽകുകയും വായനശാലയിലേക്ക് തന്റെ പുസ്തകങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. കവയിത്രി ചാന്ദിനി കവിത ആലപിക്കുകയും ആശംസാ പ്രസംഗവും നടത്തി. കൊടുങ്ങല്ലൂർ സ്വദേശിയായ സുജാത തന്റെ അപ്പൂപ്പനും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന കെ. നാരായണൻ മുസത്തിന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയിൽ നിന്നും ലഭിച്ച താമരപത്രം വായനശാലയിലേക്ക് നൽകുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. വായനാ കളരിയെക്കുറിച്ചുള്ള ആമുഖാവതരണം ബാലവേദി സെക്രട്ടറി ടി.ആർ. ആർദ്ര നടത്തി. കയ്യെഴുത്ത് മാസികയിൽ പങ്കാളികളായ കുട്ടികളെ പരിചയപ്പെടുത്തലും അടുത്ത കയ്യെഴുത്ത് മാസിക തയ്യാറാക്കുന്നതിനും വേണ്ട കാര്യങ്ങൾ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എൻ.എസ്. ജയൻ വിശദീകരിച്ചു. N.A.M. അഷ്റഫ്, വി.കെ. മിനി, ജിഷ സതീഷ്, രേഷ്മ ഷൺമുഖൻ, മലാല വിബീഷ്, രേവിത K.M., P.S. ആത്മനിസ, P.S. അനാമിക, അമൃത, M.R. പ്രത്യാഷ് പ്രസാദ് എന്നിവർ സംസാരിച്ചു. നന്ദു അഗസ്റ്റിൻ, സബിത K.H., മനേഷ് T.R., V.G. നാരായണൻ, ആദിത്യൻ K.S., മുനീറ M.A. എന്നിവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു. M.V. രേണുക സ്വാഗതവും U.K. രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു.